മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ മോശമാക്കാൻ, അവനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെടക്കാക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണുള്ളത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, 3 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 3 വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴിതെറ്റിക്കുക, നമ്മെ കേടാക്കുക, ജീവിതത്തിൽ വ്യർത്ഥമായ വൃത്തികെട്ട അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിക്കുക. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? നമ്മുടെ നഫ്സ് തന്നെയാണ്, നമ്മുടെ ശരീരം തന്നെയാണ്, അതായത് നാം തന്നെയാണ്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. നിശ്ചയം നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവും ശരീരവും കൂടിയിട്ടുള്ള നമ്മുടെ ഈ അസ്തിത്വം എന്ന് പറയുന്നത് സൂഇനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, തിന്മയെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സൂറത്ത് ആലി ഇംറാനിൽ ഈ നഫ്സിന്റെ ഒരു വിഷയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഏതൊക്കെ കോലത്തിലാണ് നഫ്സ് സൂഇലേക്ക് പോകുക, ഏതൊക്കെ കോലത്തിലാണ് നമ്മൾ വൃത്തികേടിലേക്ക് പോകുക എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു പറയാൻ, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്, മനുഷ്യർക്ക് സുന്ദരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു എന്ത്? ഹുബ്ബുഷ് ഷഹവാത്ത്, ഷഹവാത്തുകളോടുള്ള ഇഷ്ടം, ഷഹവാത്തുകളോടുള്ള മുഹബ്ബത്ത്, അവനത് ഒരു അലങ്കാരമായി തോന്നിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഷഹവാത്തുകളുടെ വിഷയത്തിൽ അല്ലാഹു എണ്ണിയിട്ടുള്ളത്? ഈ പറയുന്ന ഇച്ഛകളുടെ, ആഗ്രഹങ്ങളുടെ, ഭൗതിക പ്രവൃത്തികളുടെ വിഷയത്തിൽ അല്ലാഹു എണ്ണിയത് എന്തൊക്കെയാണ്? മിനൻ നിസാ, ഒന്നാമത്തത് എതിർലിംഗക്കാരെയാണ്, സ്ത്രീകളെയാണ്, സ്ത്രീകൾക്ക് പുരുഷന്മാരെയാണ്. ഈ പറയുന്ന ഒന്നാമത്തെ മനുഷ്യന്റെ ഇച്ഛയെ കുറിച്ച്, ആഗ്രഹത്തെ കുറിച്ച് അല്ലാഹു എണ്ണി പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ക്രമം ഒന്ന് എടുത്തു നോക്കിയാൽ, ലോകത്തിന്റെ ഒഴുക്ക് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഏറ്റവും കൂടുതൽ തിന്മകൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ വിസ്മരിക്കുന്നത് ഈ ഒരു രംഗത്തായിരിക്കുമെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. കള്ളു കുടിക്കാത്തവർ, ലഹരി ഉപയോഗിക്കാത്തവർ, കളവ് നടത്താത്തവർ, വഞ്ചന നടത്താത്തവർ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ സ്ത്രീ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നതായി, അവിടെ ചാബല്യമുള്ളവരായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നഫ്സ് ഒന്നാമതായി നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഇതിന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി അല്ലാഹു എണ്ണി പറഞ്ഞത് എന്താണ്? വൽ ബനീൻ, മക്കളുടെ വിഷയമാണ്, സന്താനങ്ങളുടെ വിഷയമാണ്. അങ്ങേയറ്റം ആദർശനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ആ ആദർശം മുഴുവൻ ബലികഴിക്കാൻ തയ്യാറാകുന്ന ഇടം എവിടെയാണ്? മക്കളുടെ വിദ്യാഭ്യാസം വരുമ്പോഴാണ്, മക്കളുടെ വിവാഹം വരുമ്പോഴാണ്, അവരുടെ വിഷയം വരുമ്പോഴാണ്, അവിടെ ആദർശം മാറ്റിവെക്കുകയാണ്, അള്ളാഹുവിനോടുള്ള പേടി മാറ്റിവെക്കുകയാണ്. എന്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, ദീനിന്റെ ഏത് നിർദ്ദേശങ്ങളും ബലികഴിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറാവുകയാണ്, പടച്ചറബിന്റെ കൽപ്പനകളും നിരോധനങ്ങളും കാറ്റിൽ പറത്താൻ ഞാൻ തയ്യാറാവുകയാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാം റബ്ബിനെ മറക്കുമ്പോ, പരലോകത്തെ മറക്കുമ്പോ, സ്വർഗത്തെ മറക്കുമ്പോ, നരകത്തെ മറക്കുമ്പോ, ഇവിടെ പടച്ചറബ് പറയുന്നത് മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ അവന്റെ ആദർശം ചവറ്റുകൊട്ടയിലേക്ക് അവൻ വലിച്ചെറിയുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഒന്നാമത് നിസാഇന്റെ വിഷയത്തിലാണെങ്കിൽ, രണ്ടാമത്തത് ബനീനിന്റെ വിഷയത്തിലാണ്, മക്കളുടെ വിഷയത്തിലാണ്. والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث. മൂന്നാമതായി മനുഷ്യൻ വഴിതെറ്റി പോകുന്നത് മാലിന്റെ വിഷയത്തിലാണ്, സമ്പത്തിന്റെ വിഷയത്തിലാണ്. അത് വീടാകട്ടെ, വാഹനമാകട്ടെ, സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, ബാക്കി ജീവിതവുമായി ബന്ധപ്പെട്ട ഏതേത് സുഖ സൗകര്യങ്ങളാകട്ടെ. ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും, 5 വക്ത് കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, എല്ലാ രീതിയിലുള്ള ഇബാദത്തുകളും ചെയ്യുന്നവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരാണ്. എന്നാൽ സമ്പാദ്യത്തിന്റെ വിഷയമെത്തുമ്പോ,
കച്ചവടത്തിന്റെ വിഷയമെത്തുമ്പോ, പണമിടപാടുകളുടെ വിഷയമെത്തുമ്പോ ഹക്കും ബാത്തിലും നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ, അനീതിയും നീതിയും നോക്കാതെ തോന്നിയതുപോലെ സമ്പാദിക്കാൻ, തോന്നിയതുപോലെ പണം നേടാൻ യാതൊരു മടിയുമില്ലാത്ത മനുഷ്യരെ വളരെ കൃത്യമായി ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 3 വിഷയങ്ങളാണ് നമ്മുടെ നഫ്സ് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. എന്നാൽ മുകളിൽ എണ്ണി പറഞ്ഞ ഈ സംഗതികളെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്, ദുനിയാവിന്റെ വഞ്ചനാത്മകമായ വിഭവങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുത്തുള്ളത് ഏറ്റവും ഉന്നതമായ ഉദാത്തമായ പ്രതിഫലമാണ്. അവന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നന്മയുള്ള വിഷയങ്ങൾ. ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, 3 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നാമത്തത് നമ്മുടെ നഫ്സാണ്. ആ നഫ്സ് ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകാൻ, വഴിമാറി സഞ്ചരിക്കാൻ സാധ്യതയുള്ള 3 സംഗതികൾ അള്ളാഹു ക്രമത്തിൽ പറഞ്ഞതാണ്. 1 പെണ്ണാണ്, 2 നമ്മുടെ മക്കളാണ്, 3 നമ്മുടെ സമ്പാദ്യമാണ്. ഈ 3 വിഷയത്തിലും അള്ളാഹുവിനെ പേടിക്കാനും ഭയക്കാനും സൂക്ഷിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ നഫ്സിന്റെ ഷർറിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. രണ്ടാമത് നമ്മെ വഴിതെറ്റിക്കുന്ന വിഷയം ഏതാണ്? സാഹചര്യങ്ങളാണ്. നമ്മുടെ ജീവിതം, നമ്മൾ എത്ര നല്ല മനുഷ്യരായാലും, എത്ര ജീവിതത്തിൽ പവിത്രതയും പരിശുദ്ധിയും ഉള്ള ആളുകളായാലും, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണെങ്കിൽ നന്നാവാൻ വലിയ പണിയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ വ്യഭിചാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ എന്താ പടച്ചോൻ പറഞ്ഞത്? വ്യഭിചരിക്കരുത് എന്നാണോ? വലാ തസിനു എന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെ എന്താ പറഞ്ഞത്? വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വമഖതൻ വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ്. അതായത് അതിലേക്ക് നിങ്ങൾ നയിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നതാണ്. ഇത് വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് തിന്മയുടെ വിഷയത്തിലാണെങ്കിലും ആ തിന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് സാഹചര്യം എന്ന് ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എമ്പാടും നടക്കുന്ന ഒരു കാലഘട്ടം. യഥാർത്ഥത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് വേറൊരു പേരും കൂടി നമുക്കിപ്പോ പറയാൻ കഴിയും. എന്താ അറിയോ? പൂർവ്വ കാമുകന്മാരുടെ സംഗമങ്ങൾ എന്നുകൂടി നമുക്ക് പേരിട്ട് വിളിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ തെറ്റിലേക്ക് പോകാനുള്ള വലിയൊരു സാഹചര്യമായി 50ഉം 60ഉം വയസ്സ് കഴിഞ്ഞ വൃദ്ധകളെയും വൃദ്ധന്മാരെ പോലും വ്യഭിചാരത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടായി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് സാംസ്കാരിക കേരളത്തിൽ തകർന്ന് തരിപ്പണമായി ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. മക്കളും പേരക്കുട്ടികളും അടക്കണ്ടായിട്ടും പഴയ കാലത്ത് 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും ഒരുമിച്ച് പഠിച്ച പെണ്ണിന്റെ കൂടെ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യ അശ്ലീല വർത്തമാനങ്ങൾ പറയുന്ന വല്യപ്പമാരെ കുറിച്ചും വല്യമ്മമാരെ കുറിച്ചും അത് എത്ര മാത്രം വിചിത്രമാണ്, വൈകൃതമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. സാഹചര്യമാണ് നമ്മളെ അവിടെ എത്തിക്കുന്നത്. സാഹചര്യം ജീവിതത്തിൽ വീണ് കിട്ടുമ്പോ ഞാനൊരു ഉപ്പയാണ്, ഞാനൊരു ഉപ്പുപ്പയാണ്, ഞാനൊരു കാരണവനാണ്, ഞാനൊരു പ്രബോധകനാണ്, ഞാനൊരു ഇസ്ലാഹി പ്രവർത്തകനാണ് എന്ന ചിന്തയെല്ലാം നമ്മിൽ അസ്തമിച്ചു പോകുകയും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കളയുമെന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുകയാണ്. ജീവിതത്തിൽ ഉണ്ടാവരുത്. സാഹചര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കുന്നത്. നമ്മൾ പലപ്പോഴും നശിപ്പിക്കുന്നത് എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിലുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ ഇങ്ങനെ തവള എത്ര കുളം കണ്ടതാ, കൊക്കെത്ര കുളം കണ്ടതാ, ഇതിലൊന്നും ഞാൻ വീണു പോവില്ല എന്ന് പറയാൻ വരട്ടെ. മനുഷ്യരാണ്. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദഈഫുകളായിട്ടാണ്. ദുഅ്ഫുണ്ട് നമുക്ക് വലിയ ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം ഏത് നിമിഷവും നമ്മെ അതിജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് തിന്മകളെ അല്ല, തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളിലെയാണ്, തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെയാണ്, ചുറ്റുപാടുകളെയാണ്. നിങ്ങൾക്കറിയില്ലേ, 100 പേരെ കൊന്നൊരു മനുഷ്യൻ പശ്ചാത്താപം തേടി വന്ന സംഭവം നിങ്ങൾക്കറിയാലോ. ആ സംഭവം അല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. അയാളോട് ഇൽമുള്ള പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത വഴി എന്താണ്? ഒന്നാമത് ഓർക്കുന്നുണ്ടെങ്കിൽ 99 ആളെ കൊന്നിട്ട് ഒരാള് ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് പശ്ചാത്താപം ഉണ്ടോ? ആ പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് പഠിച്ചോൻ പുറത്തുതരൊന്നുമില്ല, നിനക്ക് എങ്ങനെ പുറത്തുതരാ? അപ്പൊ അയാളെയും കൊന്നു.
അങ്ങനെ 100 തികച്ചു. 100 മനുഷ്യന്മാരെ കൊല്ലാന്ന് പറഞ്ഞ ചെറിയ വിഷയമല്ലല്ലോ. അങ്ങനെ 101ാമത് ഒരു പണ്ഡിതനെയും തേടിയിട്ട് അയാൾ പോവാൻ. എന്നിട്ട് ആ പണ്ഡിതനോട് ചോദിക്കാണ്, എനിക്ക് പശ്ചാത്തപിക്കണം, ഞാൻ വരുന്നത് 100 പേരെ കൊന്നിട്ടാണെന്ന് പറഞ്ഞപ്പോ ഈ പണ്ഡിതൻ പറഞ്ഞെന്താണ്? അവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം ആ പണ്ഡിതനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറഞ്ഞത്? തീർച്ചയായും നിനക്ക് പശ്ചാത്താപമുണ്ട്, പക്ഷേ അതിന് നീ ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം എന്താണ് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത്. ഓർക്കുണ്ടോ ആരെങ്കിലും? എന്താ പറഞ്ഞു കൊടുത്തത്? നാടുവിടണം. നാടുവിടണം. നീ ഇതുവരെ ജീവിച്ച നാട്ടിൽ ഇനി ജീവിക്കരുത്. ഇതുവരെ ഉണ്ടായ കൂട്ടുകെട്ട് ഇനി പാടില്ല. പുതിയൊരു നാട്ടിലേക്ക് പോകണം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇയാളിപ്പോ പശ്ചാത്തപിക്കും, എന്നിട്ട് വീണ്ടും പഴയ കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ വീണ്ടും അടുത്ത ആളെ കൊന്നിട്ട് അടുത്താഴ്ച വീണ്ടും വരും. അതാ പണ്ഡിതനറിയാം. ഇപ്പൊ നമ്മൾ ഈ മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയ കുട്ടികളോട് അവരോട് ആദ്യം കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ആദ്യം എന്താ പറയാന്നറിയോ? ഇനി ഒരിക്കലും ഉപയോഗിക്കരുത്, ഒന്നൊന്നുമല്ല. അവർക്ക് ആദ്യം അവരെ കൺവിൻസ് ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള കൂട്ടുകെട്ട് മുഴുവൻ ഒഴിവാക്കണം. കൂട്ടുകെട്ട് മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് പുതിയ കൂട്ടുകെട്ടിലേക്ക്. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള വിഷയം. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാന് കള്ളു കുടിക്കുന്ന ആളുകൾ ഇരുന്നിട്ട് കള്ളു കുടിക്കാതിരുന്നിട്ടുണ്ട്. ഉണ്ടാവാം, നമ്മൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു അവസ്ഥ ഗ്രാൻറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് എപ്പോഴും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ മുന്നിൽ നുരഞ്ഞു പൊങ്ങുന്ന മദ്യം ഏത് നിമിഷവും നമ്മുടെ ചുണ്ടിലേക്ക് എത്തില്ല എന്ന് പഠിച്ചോ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല. അതുകൊണ്ട് കള്ളു കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കമ്പനി ഒഴിവാക്കുക എന്നതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അവര് കള്ളു കുടിക്കുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് അണ്ടിപ്പരിപ്പ് തിന്നുന്ന സൂക്കേട് നമുക്ക് ഉണ്ടാവരുത്. ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കരുത്. കാരണം ഇന്ന് നമ്മൾ അണ്ടിപ്പരിപ്പായിരിക്കും തിന്ന, നാളെ നാം ആ നുരഞ്ഞു പൊങ്ങുന്ന മദ്യം ചുണ്ടിലേക്ക് അടുപ്പിക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ്. തെറ്റ് ചെയ്യാൻ പ്രവണതയുള്ള ഒരു പ്രകൃതവുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവണം? ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഖുർആനിൽ രസകരമായി വിവരിക്കപ്പെട്ട ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ കഥയിൽ വലിയ ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാണ്? യൂസുഫ് നബി ജീവിച്ച, അദ്ദേഹം വളർന്നു വന്ന ആ വീട്ടിലെ ഗൃഹനാഥ തന്നെ അദ്ദേഹത്തെ വശീകരിക്കാൻ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ആ കഥ മുഴുവനും മാറി മറിയുന്നത്. പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കഥ പോവാൻ അല്ലെ. പിന്നീട് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ തന്നെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അന്ന് ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീടിന്റെ ഉള്ളിൽ നടന്ന ഈ ഒരു സംഭവ വികാസം നാട് മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരും അറിഞ്ഞു. ആ നാട്ടിലെ പ്രമാണികളായ സ്ത്രീകൾ മുഴുവൻ യൂസുഫ് നബിയുടെ ആ യജമാനത്തിയെ കുറിച്ച് കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. അങ്ങനെ അവസാനം അവരിന് പരിഹാരം കണ്ടെത്തിയത് എങ്ങനെയാണ്? ഈ പറയുന്ന വൃത്തിയട്ട വർത്തമാനങ്ങൾ പറയുന്ന പ്രമാണികളായ സ്ത്രീകളെ മുഴുവൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അവർക്ക് നല്ലൊരു സദ്യ കൊടുത്തു. എന്നിട്ട് അവരുടെ കയ്യിലേക്ക് ഫ്രൂട്ട്സ് കൊടുത്തു, പഴങ്ങൾ കൊടുത്തു. എന്നിട്ട് അത് മുറിക്കാൻ കത്തിയും കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബിയോട് അവരിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു. അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആകാര സൗഷ്ഠവത്തിലും സൗന്ദര്യത്തിലും മതിമറന്ന് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ ആസ്വാദനത്തിന്റെ സമയത്ത് അവരുടെ കൈകൾ പോലും അവർ മുറിച്ചുപോയി എന്നുള്ളതാണ്. ആ സമയം യജമാനത്ത് പറഞ്ഞു, ഇവനെ കുറിച്ചാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ അവന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് കൈമുറിച്ചു പോയില്ല നിങ്ങൾ. അപ്പോ അവന്റെ കൂടെ എന്നും ജീവിക്കുന്ന എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് യൂസുഫ് നബിന്റെ വിഷയത്തിൽ ആ യജമാനത്ത് ചോദിക്കാൻ. എന്നിട്ട് അവര് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഞാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ട് ഇന്നതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവൻ കേൾക്കുന്നില്ല. എന്ത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? അവനെ ഞാൻ ജയിലിലടക്കും, അല്ലെങ്കിൽ അവനെ ഞാൻ ഇകഴ്ത്തിക്കളയും എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ആ യജമാനത്ത് പറയുന്നത്. അവിടെ
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന ഉണ്ട്. എന്താ യൂസുഫ് നബി നടത്തിയ പ്രാർത്ഥന? ഞാനൊരു പ്രവാചകനല്ലേ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങളെ ഉമ്മാക്കിയൊന്നും എൻ്റെ അടുത്ത് നടക്കൂല, ഞാൻ വഴി തെറ്റൂല, നിങ്ങളെ ക്ഷണിക്കുന്നതിലേക്ക് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് വലിയർത്താനം പറയാണോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? അല്ല. അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി, അദ്ദേഹത്തിന് വേവലാതി ഉണ്ടായി. ആ വേവലാതി റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. അല്ലാഹുവേ, ഇവരെന്നെ ഏതിലേക്കാണോ ക്ഷണിക്കുന്നത്, ഇവരെന്നെ ഏതിലേക്കാണോ പിടിച്ചോടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ എനിക്ക് എത്രയോ പ്രിയപ്പെട്ടത് തടവറയാണ് റബ്ബേ. ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന്, ഇവരുടെ തന്ത്രത്തിൽ നിന്ന് നീ എന്നെ തട്ടിമാറ്റിയിട്ടില്ല എങ്കിൽ, നീ എന്നെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ, അസ്ബു ഇലൈഹിം, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. ഞാൻ പോലും അറിയാതെ റബ്ബേ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്റെ ഹൃദയം എന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിപ്പോകും റബ്ബേ. എന്നിട്ട് ഞാൻ വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്തേക്കാം എന്റെ റബ്ബേ. അതുകൊണ്ട് നീ എന്നെ കാത്തുരക്ഷിക്കണേ നാഥ, എന്റെ ദുആക്ക് ഉത്തരം നൽകണേ റബ്ബേ. തടവറ എങ്കിൽ തടവറ, ഈ വ്യഭിചാരിണികളായ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം റബ്ബേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണ്. എത്രയോ ദൃഷ്ടാന്തങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്നൊരു അഹങ്കാരം യൂസുഫ് നബിക്കുണ്ടായില്ല. അദ്ദേഹം അതാ റബ്ബിനോട് കാവൽ തേടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് നഫ്സാണെങ്കിൽ, രണ്ടാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, അള്ളാഹുവിനോട് തേടിയത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ഞാൻ വഴിതെറ്റി പോകൂല എന്നൊരു അഹങ്കാരം, എന്നൊരു ഓവർ കോൺഫിഡൻസ്, അമിത വിശ്വാസം, അമിതാത്മവിശ്വാസം നമുക്കുണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മറ്റൊരു വസ്തുതയാണ് ശൈത്താൻ, ഇബ്ലീസ് എന്ന് പറയുന്നത്. അത് നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ടൊരുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? അല്ലാഹു പറയാൻ, യാ ബനീ ആദമ ലാ യഫ്തിനന്നകും الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. അള്ളാഹുവിന്റെ സ്നേഹസമ്പന്നമായ വാക്കുകളാണ്. റബ്ബ് പറയുകയാണ്, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കമാ യൻസിഉ അൻഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ വഞ്ചിച്ചതുപോലെ, അവരുടെ നഗ്നത വെളിപ്പെടുത്തിയതുപോലെ, അവരെ അപമാനിച്ചതുപോലെ, അവരുണ്ടായ സ്വർഗമെന്ന വലിയ അനുഗ്രഹത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടാൻ അവൻ കാരണക്കാരനായതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഫിത്നയുമായി വരാതിരിക്കട്ടെ, നിങ്ങളെ അവൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിശ്ചയം അവനും അവന്റെ ഗോത്രവും നിങ്ങൾ അവരെ കാണാത്ത രൂപത്തിൽ സദാ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവര്. ഇത് ശരിക്കുണ്ടല്ലോ, പിശാചിനെ കുറിച്ച് അള്ളാഹു പറയുന്ന വർത്തമാനങ്ങൾ നമ്മളൊരു ഒഴുക്കം മട്ടിൽ ഓടിപ്പോവാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹത്തെക്കാൾ വലിയൊരു സ്നേഹം അള്ളാഹുവിന്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചെറിയ കുട്ടികൾ നാട്ടിലൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ, ഒറ്റക്ക് പുറത്തിറങ്ങുമ്പോൾ 2-3 വയസ്സുള്ള കുട്ടികളുടെ കൈ നമ്മൾ പോയി പിടിക്കൂലേ?
അവരെ ഉള്ളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരൂലേ? എന്താ നമ്മൾ അവരെ ഒറ്റക്ക് പുറത്തേക്ക് വിടാത്തത്? അവരെ വല്ല പട്ടികളും ചിലപ്പം കടിച്ചേക്കാം, അല്ലെങ്കിൽ വല്ല തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളും അവരെ കൊണ്ടുപോയേക്കാം. പല അപകടങ്ങളും പുറത്ത് പതിയിരിക്കുന്നുണ്ടാവും. എൻ്റെ കുട്ടി അതിൽ പെടരുത്, എൻ്റെ മോൻ അതിൽ പെടരുത്, എൻ്റെ മോൾ അതിൽ പെടരുത് എന്ന ആഗ്രഹമാണ് അവരെ നാം ഓടിച്ചെന്ന് വാരിയെടുക്കുന്നത്, കോരിയെടുക്കുന്നത് അല്ലെ? നമ്മുടെ കുട്ടികൾ ഒരു കുടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ജാഗ്രതയോടെയാണ്, എത്ര തിടുക്കത്തിലാണ് ഓടിപ്പോയിട്ട് അവരെ വാരിയെടുക്കുന്നത് അല്ലെ? ഇതുപോലൊരു സ്നേഹവായ്പ്, പടച്ചോന്റെ ഒരു സ്നേഹവും കാരുണ്യവും പിശാചിനെ കുറിച്ച് പറയുന്ന ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയുന്നത് എന്താ അറിയോ? ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിൽ പെടുത്താതിരിക്കട്ടെ. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ അവൻ ഫിത്നയിൽ പെടുത്തിയിട്ടുണ്ട്. നമ്മള് ഒരു 10 25 വയസ്സുള്ള യുവാക്കൾ, അവർക്ക് കൊടുമ്പിരി കൊള്ളുന്ന ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കൾക്കിടയിലേക്ക് പോകുമ്പോ ഉമ്മയും ഉപ്പയും ഉപദേശം നൽകും, അല്ലെങ്കിൽ ഭാര്യമാര് പറയും അല്ലെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം, ആക്രമിക്കാൻ സാധ്യതയുണ്ട്, പല അപകടങ്ങളും പതിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മുടെ കുടുംബക്കാര് നമ്മളെ ഉപദേശിക്കില്ലേ? ആ ഒരു സ്നേഹവായ്പ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വല്യമ്മാനെയായിട്ട് ഉംറക്ക് വന്നിരുന്നു. അപ്പൊ ഉംറക്ക് വരുമ്പോ വല്യമ്മാന്റെ ചെയർ ഇങ്ങനെ, വീൽ ചെയർ ഇങ്ങനെ അറബി ഇങ്ങനെ ഉന്തിയിട്ട് പോകുമ്പോൾ അവിടെ ഒരു ചില സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യല്ലോ, ആ ബ്ലോക്ക് ചെയ്ത സ്ഥലത്തേക്ക് അറബിയെ കയറ്റൂല, വീൽ ചെയർ കയറ്റൂല. അപ്പം ഒരു പോലീസുകാരെ തടഞ്ഞു. ഉമ്മ ഉണ്ട്, വല്യമ്മ എല്ലാവരും കൂടെ ഉണ്ട്, വല്യമ്മാനെ ഉന്തിക്കൊണ്ടിരിക്കണേ. അപ്പം പോലീസ് ഒരു സ്ഥലത്തേക്ക് കയറരുതെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് കയറിക്കോട്ടെ, തീരെ വയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താണെന്ന് അറിയില്ല, അദ്ദേഹം മുഷ്ടി ചുരുട്ടിയിട്ട് നെഞ്ചത്തേക്ക് ഒരു കുത്തങ്ങോട്ട് കുത്തി. അദ്ദേഹം ദേശം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അന്നേരം തന്നെ ഞാൻ അതാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു രംഗം എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട്. വല്യമ്മ മരണപ്പെട്ടു, 2-3 വർഷം മുമ്പ് മരണപ്പെട്ടു. പക്ഷെ എൻ്റെ ഉമ്മ ഈ ഒരു രംഗം കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഉംറക്ക് എൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉംറയിൽ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ഗ്രൂപ്പിലെ ആളുകൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡിങ് സ്റ്റിക്ക് കയ്യിൽ പിടിച്ചിരുന്നു. അപ്പൊ ആ സ്റ്റിക്ക് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ ആദ്യം അത് മടക്കി വെക്കാൻ പറഞ്ഞു, അത് മടക്കി വെക്കണം എന്ന് പറഞ്ഞു. പിന്നെയും ആളുകൾ ഇങ്ങനെ തെറ്റുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് തുറന്നു. അപ്പം ആ ഫോൾഡിങ് സ്റ്റിക്ക് എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മടക്കി ഉമ്മന്റെ കയ്യിൽ വെച്ചു. അത് തന്നിട്ടില്ല. കാരണം എന്താണ്? മുമ്പ് എന്റെ നെഞ്ചത്ത് കുത്തിട്ടുന്നത് എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഉമ്മ അതിയായി ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? ഞാൻ ഉമ്മാന്റെ മോനാണ്, ഉമ്മാക്ക് എന്നോട് അത്രയും സ്നേഹമുണ്ട്. അതുപോലെയാണ് പടച്ചോൻ പറയുന്നത്, മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ ചതിക്കപ്പെടുന്നത് അള്ളാഹു കണ്ടിട്ടുണ്ട്, അള്ളാഹു അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് പടച്ചോൻ നമ്മളോട് പറയുന്നത്, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. പക്ഷെ ആ സ്നേഹവായ്പൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ, നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഒഴുക്കം മട്ടിൽ ഇങ്ങനെ ഓതിപ്പോവാ. അവന്റെ ചതിയുടെ ഓരോ വഴികളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തന്നിട്ടുണ്ടെന്നാണ് സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയാൻ. അള്ളാഹുവിനോട് അവൻ പറഞ്ഞ ആ നന്ദി കെട്ട പിശാച് പറഞ്ഞ, മനുഷ്യന്റെ ആജന്മ ശത്രുവായ ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞ വാക്കുകൾ റബ്ബ് നമുക്ക് പറഞ്ഞുതരാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? ثُمَّ لَآتِيَنَّهُم مِّن بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. ഞാൻ അവരുടെ മുന്നിലൂടെ ചെല്ലുന്നതാണ്. അവരെനിക്ക് വശംവദരായില്ലെങ്കിൽ എനിക്കാവുന്ന മേഖലയിലൂടെയെല്ലാം ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അവരെ വഴിതെറ്റിക്കാൻ, അവരെ നരകത്തിന്റെ വഴിയിലേക്കാക്കാൻ, അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരുടെ ധാർമ്മികത ഇല്ലാതാക്കാൻ വേണ്ടി അവരാൽ കഴിയുന്ന വഴിയിലൂടെ എല്ലാം ഞാൻ അവരെ സമീപിക്കുന്നതാണ്. വലാ തജിദു അക്തറുഹും ശാകിരീൻ. അവരിൽ അധിക പേരെയും റബ്ബേ നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനോട് പിശാച് പറഞ്ഞ വാക്കുകളാണ്. സൂറത്തുൽ നിസായിൽ നമുക്ക് കാണാം, വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദിശ് ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ.
പിശാചിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ പിശാച് പറയുകയാണ്, ഞാൻ അവരെ വഴിതെറ്റിക്കുന്നതാണ്, അവർക്ക് വ്യാമോഹങ്ങൾ നൽകുന്നതാണ്, അവർക്ക് ദുസ്വപ്നങ്ങൾ നൽകുന്നതാണ്. എന്റെ വാക്കുകൾ കേട്ട് അവർ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ്. എന്റെ വർത്തമാനങ്ങളും കൽപ്പനകളും കേട്ടുകൊണ്ട് അവരതാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നതാണ്. ആരാണോ അള്ളാഹുവിന് പുറമെ പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നത്, ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിലായിക്കൊണ്ടിരിക്കുന്നതാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, അവരവനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അവനവർക്കതാ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, വഞ്ചനയിലേക്കല്ലാതെ പിശാച് വഴി നടത്തില്ല, പിശാച് പ്രലോഭിപ്പിക്കുകയില്ല. ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസാ, അപ്രകാരമുള്ള ആളുകൾക്കാകുന്നു ഭീകരമായ നരകം പര്യവസാനമായി കിട്ടുക. അവരൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കണ്ടെത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇതൊക്കെ വിശദീകരിച്ചത് നമ്മുടെ ആജന്മ ശത്രുവായ പിശാചിനെ പറ്റിയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഏറ്റവും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അള്ളാഹു ശൈത്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഈ പറയപ്പെടുന്ന പണികളെല്ലാം ചെയ്ത് അവസാനം നരകത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ആ നരകത്തിൽ വെച്ച് പിശാച് നടത്തുന്ന ഒരു വെൽക്കം സ്പീച്ച് ഉണ്ട്, പിശാച് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താണ് എന്ന് അപ്പടി പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അത്ഭുതപ്പെട്ടു വായിച്ചാൽ. നമ്മളിങ്ങനെ ആ നരകത്തിൽ, അള്ളാഹു കാക്കട്ടെ, ആ നരകത്തിൽ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ. ആ നരകത്തിൽ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ടല്ലോ, അവൻ ഈ ശപിക്കപ്പെട്ടവരിതിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് പോലെ, ആ രംഗം കാണുന്നത് പോലെ നമുക്ക് തോന്നും. ആ ആയത്ത് മനസ്സിരുത്തി വായിച്ചാൽ. ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടുണ്ടാവും. പലരും വായിച്ചിട്ടുണ്ടാവും, പലരും പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടാവും. എന്താ അല്ലാഹു പറയുന്നത്? വഖാല അശ്ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും وما كان لي عليكم من سلطان إلا أن دعوتكم لي فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل. പ്രിയപ്പെട്ടവരെ, പിശാച് പറയുകയാണ്, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്കുമായി വേർപെടുത്തപ്പെട്ടു കഴിഞ്ഞാൽ ശൈത്താൻ അവിടെ വെച്ച് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു അതാ നിങ്ങളോട് സത്യമായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അല്ലാഹുവിന്റെ വാഗ്ദാനം പുലർന്നിരിക്കുന്നു. അധർമ്മകാരികൾ, ശിർക്ക് ചെയ്യുന്നവർ, ബിദ്അത്ത് ചെയ്യുന്നവർ ഇതാ നരകത്തിലേക്ക് ആവതിച്ചിരിക്കുന്നു. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, ആ വാഗ്ദാനത്തിൽ നിന്ന് ഞാനിതാ പിന്മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, പിശാച് പറയുകയാണ്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ, എനിക്ക് നിങ്ങളിൽ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളിൽ യാതൊരു തരത്തിലുള്ള അധികാരവും എനിക്കുണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഉതുകും, തിന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ, വ്യഭിചാരത്തിലേക്ക്, റീൽസുകളിലേക്ക്, സിനിമകളിലേക്ക്, മ്യൂസിക്കുകളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, നമസ്കാരം ഒഴിവാക്കലുകളിലേക്ക്, അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ എനിക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഞാൻ വിളിച്ചപ്പോ എന്റെ വഴിയിൽ നിങ്ങൾ വന്നു, എന്നെ നിങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ സ്വന്തത്തെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളുക. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങൾക്ക് എന്നെ പിന്തുണക്കാനോ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ രംഗം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ വെച്ചിട്ടുണ്ടല്ലോ ആ പിശാചിനോട് നമുക്ക് തോന്നുന്ന അമർഷം എത്രമാത്രം വലുതായിരിക്കും. പക്ഷെ കാര്യമില്ല,
ഒരു കാര്യമില്ല. എത്ര വർഷം തോന്നിയിട്ടും എത്ര ദേഷ്യം തോന്നിയിട്ടും ഒരു കാര്യമില്ല. നമുക്ക് അള്ളാഹു എഴുതി വെച്ച ശിക്ഷ അതുപോലെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വഴികേടിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ വസ്തുത ഇബ്ലീസ് എന്ന റിയാലിറ്റിയാണ്, ഇബ്ലീസ് എന്ന യാഥാർത്ഥ്യമാണ്. അവനെ കുറിച്ച് നാം കരുതിയിരിക്കുക, അവന്റെ ചതിക്കുഴികളെ കുറിച്ച് നാം കരുതിയിരിക്കുക. പ്രധാനമായും ഇബ്ലീസ് ഈ കാലഘട്ടത്തിൽ ശൈത്താന്റെ വലകളും കെണികളും കുഴികളും കിടക്കുന്നത് സോഷ്യൽ മീഡിയകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശാലമായി ലോകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള അപകടകരമായ ചതിക്കുഴികളും ഉണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം എന്നറിയും, നിങ്ങളൊരു ഫോണ് ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തായിരിക്കും, ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അനുഭവമാണല്ലോ, ഒരാളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തായിരിക്കും, അപ്പോഴായിരിക്കും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കാണാം, അത് നമ്മളോട് തുറക്കും. എന്നിട്ട് പിന്നെ നമ്മൾക്ക് അയാളെ വിളിക്കാനുള്ള സംഗതി നമുക്ക് ഓർമ്മ വരിക എപ്പോഴായിരിക്കും? മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് ഫിത്ന. എത്ര വലിയ ഫിത്നയാണ്, ആലോചിച്ച് നോക്ക്. റീൽസുകൾ കണ്ടിട്ട് പല, അൽഹംദുലില്ലാ, ഞാൻ ഏറെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതിൽ നിന്ന് പടച്ചോന് മോചനം തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എത്രയോ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, റീൽസ് ഇങ്ങനെ കണ്ടിട്ട് മണിക്കൂറുകൾ ഇങ്ങനെ, നമ്മുടെ ഇഷ്ടവും നമ്മുടെ അഭിരുചിയും എന്താണ് അതിനനുസരിച്ചുള്ള സംഗതികളാണ് നമ്മുടെ ഫോണിലേക്ക് വരിക എന്നാണ് പറയുക. ആണല്ലോ. നമ്മളിപ്പോ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അലോ ആക്സസ് ടു യുവർ മൈക്രോഫോൺ എന്നുള്ള പിന്നെ ഒരു ഇത് വരുമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അലോ കൊടുക്കും, ആക്സസ്, എല്ലാറ്റിലേക്ക് ആക്സസ് കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ ആക്സസ് ഈ പറയുന്ന കമ്പനികൾ വിൽക്കാണ്, അതൊരു ഡാറ്റയായി വിളിക്കാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം എന്താ പറയുക, എനിക്ക് ഈ അടുത്ത കാലത്ത് വയറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച്, ഇമോയിലാണ് സംസാരിക്കുന്നത്, വൈഫായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഫോണ് കട്ട് ചെയ്തപ്പോൾ അതിനുള്ള മരുന്നിന്റെ പരസ്യം, ആ അസുഖത്തിനുള്ള മരുന്നിന്റെ പരസ്യം. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പരസ്പരം എന്തെങ്കിലും സംസാരിച്ച് പിന്നെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളും നമുക്ക് വരികയാണ്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അഭിരുചി എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ്, അത് നമ്മിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് ആളുകളുടെ വീക്ക്നെസ് മനസ്സിലാക്കി ആ വീക്ക്നെസ്സിൽ പിടിക്കുക എന്നുള്ളതാണ്. വഴിതെറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ബാച്ചിലറായി നിൽക്കുന്ന പ്രവാസികളെ, പ്രിയപ്പെട്ടവരെ, വല്ലാതെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം നമുക്ക് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ സപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി. പക്ഷേ ആ ഒരു അവസ്ഥ നമ്മൾ നരകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കരുത് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സമയം നാം ചിലവഴിക്കുമ്പോൾ അതിന് കൃത്യമായ അവബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പണ്ടൊരു കഥ പറയാറുണ്ട് പ്രിയപ്പെട്ടവർ. ഒരു പ്രൊഫസർ, നല്ല ബുദ്ധിയും വിവേകവും വിവരക്കുള്ള ഒരു പ്രൊഫസർ, അദ്ദേഹം പിന്നെ ക്ലാസ്സിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ജാറുണ്ട്. ആ ജാറുമായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഉരുളൻ കല്ലുകളുണ്ട്, പിന്നെ കുറച്ച് പിന്നെ മുത്തുകളുണ്ട്, പിന്നെ കുറച്ച് മണലുണ്ട്, പിന്നെ കുറച്ച് വെള്ളമുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ഒരു ജാറും ഈ പറയുന്ന സംഗതികളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ പറയുന്ന സംഗതികളെല്ലാം എന്ത് ചെയ്യണം? ഈ ജാറിൽ കൊള്ളിക്കണം, ഇതിൽ ഇടണം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി ആദ്യം വെള്ളം ഒഴിച്ചു, പിന്നീട് ആ മണലെടുത്തു, അതും പിന്നെ അതിലേക്ക് ഇട്ടു, പിന്നെ ചെറിയ ചെറിയ കല്ലുകൾ എടുത്തു, അതും അതിലേക്ക് ഇട്ടു. ഉരുളൻ കല്ലുകൾ മുഴുവൻ അവിടെ പുറത്ത് ബാക്കിയായി കിടന്നു, അത് ഇടാൻ സ്ഥലമില്ല. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ പ്രൊഫസർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അവസാനം അദ്ദേഹം ഈ ജാറിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ. ആദ്യം ഉരുളൻ കല്ലുകൾ ഇട്ടു, എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് ചെറിയ മുത്തുകൾ ഇട്ടു, എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് മണ്ണ് വാരിയിട്ടു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു. ആദ്യം ഒന്നും കൊള്ളാതിരുന്ന സംഗതി പിന്നീട് ഈ പറയുന്ന സംഗതികളെല്ലാം ജാറിൽ കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഈ പറയുന്ന വെള്ളവും മണലുമായിട്ട് നിറക്കാൻ സോഷ്യൽ മീഡിയയിലും റീൽസുകളിലും യൂട്യൂബിലും അതുപോലെ യൂട്യൂബ് ചാനലുകളിലും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, ഷിഹാബ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ രാവിലെ ഉറങ്ങി എണീച്ചപാട് എന്താ പരിപാടി? ഷിഹാബ് ഇവിടെ എത്തി എന്നാണ് നോക്കുക. ഷിഹാബ് ഇവിടെ എത്തി. ഭയങ്കര, ഷിഹാബിന്റെ ഉമ്മാക്ക് പോലും ഇല്ലാത്ത ബേജാറാണ് സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക്. അതൊക്കെ
കൃത്യമായി യൂസ് ചെയ്യാനും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനുള്ള തലച്ചോറുകൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. ഒരു 40 കഴിഞ്ഞ വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നത് എന്താണ്? 20 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്? 20നും 40നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതെല്ലാം കൃത്യമായി വേർതിരിച്ച് സോർട്ട് ചെയ്ത് ഈ പറയുന്ന ആളുകളെ എങ്ങനെ വലവീശണം, ഇവരെ എങ്ങനെ മറ്റു ക്രിയേറ്റീവായ പ്രൊഡക്റ്റീവായ മറ്റൊരു പ്രവർത്തനങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 24 മണിക്കൂറും ഇവരെ എങ്ങനെ തളച്ചിടണമെന്ന കൃത്യമായ വിവരവും ബോധവും ഉള്ളവരാണ് ഈ ഫോണിന്റെ ഒരു അറ്റത്തുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അവരുടെ ചരടിന്റെ അറ്റത്തുള്ള കേവലം നിഴലുകളായി, കേവലം പാവകളായി ആ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ മാറരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മലക്കുൽ മൗത്ത് വന്ന് കൈപിടിക്കുന്ന സമയത്ത് കിതാബ് തുറക്കുമ്പോ ഒരു ഗ്രന്ഥവും ആ ഒരു അമലുമില്ലാത്ത പൂജ്യം ഗ്രന്ഥവുമായി പോകുന്ന അവരുടെ ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ പറയുന്ന അരമണിക്കൂർ, നിങ്ങൾക്ക് അരമണിക്കൂറിന്റെ വില എന്താണെന്നറിയണോ? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയണോ? അറിയണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന റീൽസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതാനിരിക്കും. അരമണിക്കൂർ നിങ്ങൾക്ക് 3 മണിക്കൂറിന്റെ ഭാരം തോന്നും നിങ്ങൾക്ക്. നിങ്ങൾ വേണ്ട, നിങ്ങൾ ആവശ്യങ്ങളൊക്കെ കൈയുയർത്തിയിട്ട് പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യും. നിങ്ങൾ കുറേ ദുആ ചെയ്ത് നിങ്ങൾ വിചാരിക്കുമ്പോ അരമണിക്കൂർ 3/4 മണിക്കൂറായി. 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ 5 മിനിറ്റ് കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പറയാൻ കഴിയുന്നുണ്ട്. ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയേറെ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട്. ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയേറെ തസ്ബീഹുകൾ നമുക്ക് ചൊല്ലാൻ കഴിയുന്നുണ്ട്. ആ ഒരു അർത്ഥവുമില്ലാതെ ഉപകാരവുമില്ലാതെ നമ്മൾ കളയുന്ന ഈ സമയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നാം വശംവദരാകരുത്. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. പണ്ട് ഒരാൾക്കൊരു ചാക്ക് മുഴുവൻ ചില കല്ലുകൾ കിട്ടിയതാണ്. എന്നിട്ട് ആ ചാക്ക് തുറന്നിട്ട്, ഒരു നിലാവുള്ള രാത്രിയാണ്, ആ ചാക്കിലുള്ള ഓരോ കല്ലുകൾ എടുത്തിട്ട് അയാൾ പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. അപ്പൊ എറിയുമ്പോ നല്ല ശബ്ദം, നല്ല ഓളങ്ങൾ, നിലാവിന്റെ വട്ടത്തിൽ പുഴയിൽ ഉണ്ടാകുന്ന ഓളങ്ങളൊക്കെ കണ്ട് അയാൾ ഇങ്ങനെ രസിച്ചു എന്നാണ്. നല്ല ആനന്ദം. അവസാനം 2 കല്ല് അയാൾ വെറുതെ പോക്കറ്റിലേക്ക് ഇട്ടു. പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോ മാർക്കറ്റിൽ രത്നക്കച്ചവടക്കാരനായ, ഡയമണ്ടിന്റെ കച്ചവടക്കാരനായ കൂട്ടുകാരൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഈ 2 കല്ലുകൾ എടുത്തിട്ട് കണ്ണഞ്ചിക്കൊണ്ട്, കണ്ണ് വീഴ്ചുകൊണ്ട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? ഞാൻ ഇത്ര ലക്ഷം രൂപ നിനക്ക് തരാം, നീ ഇത് മറ്റാർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി ഓളങ്ങൾ കാണാനും കല്ല് വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കാനും എറിഞ്ഞു കളഞ്ഞ കല്ലുകൾ മുഴുവൻ ഇത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന ആ വലിയ യാഥാർത്ഥ്യം മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് വന്ന് കൈപിടിക്കുമ്പോഴാണ് ഈ റീൽസുകളിലും സോഷ്യൽ മീഡിയകളിലും സിനിമകളിലും നമ്മൾ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകളിലെ ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളുടെ സമയം പ്രിയപ്പെട്ടവരെ അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഫേസ്ബുക്കിൽ കേറേ വേണ്ട, ഇൻസ്റ്റഗ്രാമിൽ കേറേ വേണ്ട, യൂട്യൂബ് തിരിഞ്ഞു നോക്കണ്ട എന്നല്ല. അതിനൊക്കെ ഒരു സമയമുണ്ടാകണം. ഒരു ദിവസത്തിൽ ഇത്ര മിനിറ്റ്, ഇത്ര മണിക്കൂർ, അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോമുകളിൽ അഭിരമിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം നാം കാണണം പ്രിയപ്പെട്ടവരെ. നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം നാം കാണണം. ഖുർആൻ ഓതാനുള്ള, ഖുർആൻ പഠിക്കാനുള്ള, എല്ലാറ്റിലുമുപരി, എല്ലാറ്റിലും അപ്പുറത്ത് ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള സമയം നാം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ തന്നെ പല കൂട്ടുകാരും റൂമിൽ ഇരുന്നിട്ട് TV കാണുന്നുണ്ടാവും, റീൽസ് നോക്കുന്നുണ്ടാവും. ഈ സമയം, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ, പ്രബോധനത്തിന്റെ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക. നമ്മൾ ഈ ഉള്ള നാടുണ്ടല്ലോ, അനുഗ്രഹീതമായ ഒരു നാടാണ്. ഇവിടെ ധൈര്യമായി നമുക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാം. ആരെയും പഠിക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരെയും പഠിക്കണ്ട. ധൈര്യത്തോടുകൂടി ദീൻ എന്താണ്, ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടുത്തെ ഗവൺമെന്റിന്റെ, ഇവിടുത്തെ സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള ഒത്താശയും പിന്തുണയും നമുക്കുണ്ടാവും. നേരെ മറിച്ച് പല നാടുകളിലും അവസ്ഥ അതല്ല. ആ ഒരു ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഉപയോഗപ്പെടുത്താൻ, പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. കാരണം മതം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ, ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുക മുസ്ലിങ്ങളായിരിക്കും. ഓണാഘോഷത്തിന്റെ പല വേർഷനുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ആഘോഷം അവരുടേതാണ്. ഓണത്തിന്റെ ഭക്ഷണം കഴിക്കാമോ, ഓണസദ്യ കഴിക്കാമോ, ആ ചർച്ചക്ക് അവിടെ നിൽക്കട്ടെ. എന്റെ അയൽവാസി എനിക്ക് കുറച്ച് ഓണസദ്യ കൊണ്ടുവരുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് പേഴ്സണലായിട്ട് പറയേണ്ട, ഓരോരാളോട് സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ ഓണത്തിന് കസവുടുത്ത്, സാരി ഉടുത്ത്, പൂക്കളിട്ട് ആ മതത്തിന്റെ ആചാരങ്ങൾ മുഴുവൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച്, പ്രിയപ്പെട്ടവരെ, ഒരു ഫത്വയിലും ഒരു സംഘടനകളിലും ഇത് ശരിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് മതസൗഹാർദ്ദമല്ല, ഇത് മതലയനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെന്തല്ല? മതസൗഹാർദ്ദമല്ല. നമ്മൾ സെക്യുലർ ആണെന്ന് കാണിക്കാൻ നമ്മുടെ മതത്തെ പരിഗണിച്ചിട്ടാണോ നമ്മൾ സെക്യുലർ ആണെന്ന് കാണിക്കുക? എനിക്ക് മുസ്ലിം ഒന്നും ആവണ്ട, എനിക്ക് സെക്യുലർ ആയാൽ മതി. എന്നാൽ സെക്യുലർ എന്ന് പറഞ്ഞ പ്രത്യേക മതം നമ്മൾ സ്വീകരിക്കാം. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. നാം അന്യമതസ്ഥരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ഇസ്ലാം അത് കർശനമായി നിരോധിക്കുന്നു. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും തെറി പറയരുത്. ഇത് അവയെ അവഹേളിക്കാനോ ഇകഴ്ത്താനോ പാടില്ല, ഖുർആന്റെ കൽപ്പനയാണ്. എന്നാൽ ആ ബിംബത്തിന്റെ മുന്നിൽ പോയി കൈകൂപ്പി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല എന്ന് പറയുന്നത് വർഗീയതയാണോ? ഞാൻ അന്യമതസ്ഥരുടെ ദൈവങ്ങളെ തെറി പറയില്ല, അതെന്റെ ബഹുമാനം എന്ന് കരുതി ഞാൻ അവരുടെ മുന്നിൽ പോയിട്ട് ആരാധിക്കണം എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ അവിടെ നോ പറയാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് മരിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ കർമ്മങ്ങളും പ്രവർത്തന മണ്ഡലത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദഅവത്ത് എന്നത്, പ്രബോധനം എന്നത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പ്രസക്തമായി കൊണ്ടിരിക്കുന്നു, പ്രാധാന്യമേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, തൗബക്ക് വേണ്ടി സമയം കണ്ടെത്തുക, ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തുക, നല്ല കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.